ഇത് മീററ്റിൽ നടന്നൊരു സംഭവമാണ്. അതായത് എൻ്റെ മകൾ ഭർത്തൃവീട്ടിൽ കഠിനമായി മാനസിക പീഡനം അനുഭവിച്ചതിനെ തുടർന്ന് തൻ്റെ മകളെ വിവാഹമോചിതയാക്കിയ ആ ഒരു ആഘോഷം പൊതുനിരത്തിലൂടെ നടത്തുന്നതാണ്. അതായത് ബന്ധുമിത്രാദികൾ കാണുന്ന എല്ലാവർക്കും സന്തോഷത്താൽ മധുര പലഹാരം വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇത് മീററ്റിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഒരു റിട്ടയർഡ് ജഡ്ജിയാണെന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹം ഒരു മാതൃക നമ്മുടെ സമൂഹത്തിന് കാണിച്ചു തരികയാണ്, പെൺമക്കളുടെ പാരൻസിന് കാണിച്ചു തരികയാണ്. എന്തുകൊണ്ടും ഇത് നല്ലൊരു സൂചനയാണ്, നല്ലൊരു മാതൃകയാണ്. അതുപോലെ ഭർത്തൃപീഡനത്താൽ ഭർത്തൃവീട്ടിൽ പീഡനത്താൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നമ്മുടെ വന്ദനയുടെയും ഉത്തരയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്താൽ മതി. ഒക്കെ നമ്മൾ അറിഞ്ഞ ഒന്നോ രണ്ടോ കേസുകൾ, അതുപോലെ അറിഞ്ഞും അറിയാതെയും എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഭർത്തൃപീഡനത്താൽ അല്ലെങ്കിൽ ഭർത്തൃവീട്ടിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ പീഡനത്താൽ എത്ര പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാകുന്നത്. പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ നമ്മുടെ പാരൻസിനോട് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കൂ എന്നല്ല പറയേണ്ടത്. നമുക്കൊരു മെൻ്റലി സപ്പോർട്ട് കൊടുക്കുക. ഇത്തരത്തിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തിനോട് നാണക്കേട് കരുതിയോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് വീക്കായിരിക്കും, അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ മകളുടെ ജീവനക്കാലം വലുതല്ലല്ലോ. നമുക്ക് അഭിമാനവും സ്വത്തും സമ്പത്തും ഒന്നും ചെയ്യണം. ആ കുട്ടിയെ ആദ്യം സേഫ് ആക്കുക. ഇത്തരത്തിൽ ഒരു അനുഭവം നേരിടുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് മെൻ്റൽ സപ്പോർട്ട് നൽകി ഇത്തരത്തിലും ഭർത്തൃവീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തിരികെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. ആ കുട്ടികൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് നൽകിയാണ് വേണ്ടത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം എന്തായാലും 10th വരെയെങ്കിലും പോകാത്ത കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചുരുക്കമാണ്. അപ്പോൾ അതിന് തക്ക ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ജോലി സമ്പാദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. വിദ്യാഭ്യാസം ഒട്ടും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചിട്ട് നമുക്കൊരു ജോലി സമ്പാദിക്കാം. സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലേ, നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ നേടി നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താങ്ങായും തണലായും ഒരു സപ്പോർട്ട് നൽകേണ്ടത് നമ്മുടെ പാരൻസ് തന്നെയാണ്, അല്ലേ. ആ പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി തളർന്നു പോലെ. അപ്പോൾ ഇങ്ങനെയൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ സൂയിസൈഡ് എന്ന ഒരു കാര്യം ചിന്തിക്കുക കൂടെയില്ല, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പാരൻസ് ഇതുപോലെ ആഘോഷമാക്കി വിളിക്കണമെന്നല്ല പറയുന്നത്. ഇതുപോലെ പെൺകുട്ടികളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് അവനുമായിട്ട്, അല്ലെ, ആ ഭർത്താവുമായിട്ടുള്ള വിവാഹമോചിതനാക്കിയിട്ട് ആ കുട്ടിക്ക് നല്ലൊരു തൊഴിലാണ് ആദ്യം നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ തൊഴിലിലൂടെ അവൾ ഒരു വരുമാനം കണ്ടെത്തും. അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് എന്തായാലും ഉറപ്പാകും. പിന്നെ നമ്മുടെ പാരൻസിനും ആ കുട്ടിക്കും വിവാഹം വേണം എന്ന് തോന്നുന്ന ആ സമയത്ത് നമുക്ക് ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. വിവാഹമോചിതയായാൽ അപമാനമായിട്ട് കരുതുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പാരൻസ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല ഒരു സിമ്പലാണ്, നല്ല ഒരു സൂചനയാണ് ഈ ഒരു റിട്ടയർഡ് ജഡ്ജി, അല്ലേ, നമുക്ക് കാണിച്ചു തരുന്നത്.